മുഖ്യമന്ത്രി PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചു. മുഖ്യമന്ത്രിയല്ല, ഗവൺമെൻറ്റിന് വേണ്ടി ഗവൺമെൻറ്റിനോട് കൊണ്ട് ഒപ്പിടിയിച്ചു. പിന്നെ അദ്ദേഹം CPIയുടെ ശക്തമായ സമ്മർദ്ദവും ബഹളമൊക്കെ ഉണ്ടായപ്പോൾ പിൻവലിക്കാൻ തീരുമാനിച്ചു. ക്യാബിനറ്റ് അത് സബ് കമ്മിറ്റി വെച്ചു. അത് വലിയ വിവാദമായി. ഇത് കഴിഞ്ഞപ്പോൾ ലീഗിൻ്റെ PMA സലാം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PMA സലാം ഒരു പ്രസ്താവന നടത്തി. അത് വലിയ വിവാദമായി. അത് ലീഗിനകത്തും ഒരു കൊടുങ്കാറ്റുണ്ടായി. വിവാദം മറ്റൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, ആണും പെണ്ണും കെട്ടവനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാരണം ഒപ്പിടണോ ഒപ്പിടണ്ടയോ, ഇടണമെന്ന് ഒരിക്കൽ ഇടണ്ടെന്നൊരിക്കൽ ആദ്യം ഒപ്പിട്ടു, പിന്നെ പിൻവലിച്ചു, പിന്നെ പറയുന്നത്. അങ്ങനെ ഈ PM ശ്രീ വിവാദത്തിൽ ആണും പെണ്ണും കെട്ടവനാണ് മുഖ്യമന്ത്രി എന്നും അതുപോലെ മറ്റ് പല കാര്യങ്ങളും, സ്വർണ്ണക്കടത്ത്, അല്ല ശബരിമല സ്വർണ്ണത്തിൻ്റെ വിഷയം, അങ്ങനെ ഒരുപാട് വിഷയങ്ങളെ ബന്ധപ്പെടുത്തി ഒരു പൊതുയോഗത്തിൽ PM സലാം പറഞ്ഞു മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനാണെന്ന്. അപ്പോൾ തന്നെ വലിയ തോതിലാണ് അതിൽ വിമർശനം വന്നത്. മുഹമ്മദ് റിയാസൊക്കെ ശക്തമായി രംഗത്ത് വന്നു. പിന്നെ CPM ജില്ലാ സെക്രട്ടറി, മലപ്പുറം ജില്ലാ സെക്രട്ടറി ശക്തമായിട്ട് വന്നു. വലിയ വാദവും വിവാദമൊക്കെ നടന്നപ്പോൾ പാണക്കാട് തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, സാദിഖലി തങ്ങൾ പറഞ്ഞു അത് ശരിയായില്ല, ലീഗിനെ തള്ളിപ്പറഞ്ഞു. ലീഗിനെ അല്ല, PM സലാമിനെ തള്ളിപ്പറഞ്ഞു. അത് ശരിയായില്ല. നമ്മൾ ഒരാളെ പറയുമ്പോൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ശരിയല്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ പോലെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ. ഇപ്പോൾ KM ഷാജിയൊക്കെ ഇതുപോലെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ KM ഷാജി ഒരു ആവേശ കമ്മിറ്റിയുടെ ആളെന്നുള്ള നിലയിൽ, ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ, ചെറുപ്പം എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പമല്ല, എന്നാലും ഒരു യൂത്ത് ലീഗിൽ നിന്നൊക്കെ വന്നൊരു ചെറുപ്പം എന്നുള്ള നിലയിൽ ഷാജി പലതും പറയും. പിന്നെ അതിനത്ര വില എല്ലാവരും കൊടുക്കുന്നുള്ളൂ. അദ്ദേഹം ഇങ്ങനെ ഒരു വിടുവായത്തരം പലപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ PC ജോർജ് പറഞ്ഞാൽ അതിനത്ര വലിയ ഒരു വിലയൊന്നും കേരള സമൂഹം കൊടുക്കാറില്ല. അതുപോലെ KM ഷാജി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ കണിയാപുരം രാമചന്ദ്രൻ പണ്ട് പ്രസംഗിക്കുമ്പോൾ എന്തോരം തെറിയ പറഞ്ഞുകൊണ്ടിരുന്നത്. പീതാംബരക്കുറുപ്പ്, കോൺഗ്രസിൻ്റെ പീതാംബരക്കുറുപ്പ് സംസാരിക്കുമ്പോൾ പ്രസംഗത്തിൽ അങ്ങനെ ഒരു ആവേശം വന്നിട്ട് വലിയ ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള വലിയ പ്രസംഗം നടത്തും. അതൊക്കെ വരുന്നുണ്ട്. അതുപോലെ ലീഗിനൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ ഉള്ളൂ KM ഷാജിയൊക്കെ പറയുന്നത്. പക്ഷേ PMA സലാം കുറച്ചുകൂടി, അദ്ദേഹം MLA ആണ്, അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹം പറയുമ്പോൾ അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അത് ലീഗ് തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഓണപ്പെയ്യുന്നില്ല, മുഖ്യമന്ത്രിക്കെതിരെ ആണും പെണ്ണും കെട്ടവനാണെന്ന് പറഞ്ഞു. നേരത്തെയും ഇതുപോലുള്ള പല വിവാദ പരാമർശങ്ങളും PMA സലാം നടത്തിയിട്ടുണ്ട്. നേരത്തെ അദ്ദേഹം ഒരു യൂത്ത് ലീഗിൻ്റെയും സ്റ്റുഡൻസ് യൂണിയൻ്റെയൊക്കെ ഒരു പരിപാടിയിൽ, MSFൻ്റെ പരിപാടി പറഞ്ഞു, നമ്മുടെ ഭരണം ഇരിക്കുമ്പോൾ കുറേ തരികിടകളെ കാണിച്ച് യൂണിയൻ പിടിക്കാൻ പറ്റും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാൻ പാടില്ലല്ലോ ഒരു ജനറൽ സെക്രട്ടറിയോ MLA. എന്തായാലും അദ്ദേഹം പെട്ടു. എന്തായാലും അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അതിന് ശേഷം മറുപടിക്ക് വന്നിട്ടില്ല, അതിനെ ഈൽഡ് ചെയ്തില്ല, ഓണപ്പെയ്തില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് തള്ളിപ്പറയുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം അന്ന് ഒരു നാക്കുപിഴ പോലെ വന്നതാണ്, പെട്ടെന്ന് അങ്ങ് പറഞ്ഞതാണ്. മുഖ്യമന്ത്രിക്കെതിരെ പറയേണ്ടിയിരുന്നില്ല എന്ന് പാണക്കാടെന്ന് പറയുമ്പോൾ പിന്നെ വേറെ ന്യായമില്ല അതിനകത്ത്. എന്തായാലും PMA സലാം തൽക്കാലം സറണ്ടർ ചെയ്തിരിക്കുകയാണ്, സൈലൻ്റാണ്.